ഹലോ എവ്രി വൺ, നമ്മളിന്നൊരു ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു മെറൂൺ സ്കേർട്ട് ആൻഡ് ടോപ്പാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. കുഞ്ഞു കുട്ടി മീൻസ് ഒരു 4 വയസ്സൊക്കെ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവർക്കൊരു മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം അത് റെഡിയാക്കിയിട്ട് ന്യൂസ് പേപ്പറിൽ ടോപ്പ് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് ലൈനിങ്ങിൽ വെച്ച് പിൻ ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കിട്ടും. ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ കട്ടിങ് എനിക്ക് എപ്പോഴും പ്രശ്നമാണ്. ഞാനെപ്പോൾ കട്ട് ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് തെറ്റിപ്പോവും. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ കിട്ടി. കുഴപ്പമില്ല എന്നല്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടി. എനിക്ക് കട്ട് ചെയ്തിട്ട് അത് കുത്തി വെച്ചതുകൊണ്ട് കറക്റ്റായിട്ട് ഒന്നും മാറാതെ തന്നെ കിട്ടി. ആ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ടോപ്പത്തെ പോർഷൻ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിലേക്ക് എടുത്തത്. ആ നെക്കിലേക്കുള്ള പോർഷൻ കട്ട് ചെയ്തിട്ട് ബാക്കത്തെ പോർഷൻ അത് തന്നെ വെച്ചിട്ടെടുത്ത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ, ഞാൻ തന്നെ എന്തോ കട്ട് ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെയാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അവസാനം നമ്മളത് ഒപ്പിച്ചെടുത്ത് എങ്ങനെയോ ചെയ്ത് ഓക്കെ ബാക്കിൽ ടൈ ചെയ്യാനുള്ള ത്രെഡ് വെക്കുന്ന സ്ഥലം പിന്നെ എനിക്കത് മനസ്സിലായി. അത് ചെയ്തിട്ട് പിന്നെ നമ്മൾ ടോപ്പ് കട്ട് ചെയ്തെടുത്തു. ടോപ്പ് നല്ല സീക്വൻസും വെൽവെറ്റിലാണ് വന്നിട്ടുള്ളത്. നല്ല മെറൂൺ കളറാണ്. നല്ല ഭംഗിയായിരുന്നു അത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാനായിട്ട്. പിന്നെ നമ്മൾ സ്കേർട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത് നെറ്റ് ഫാബ്രിക് ആണ്. ഒരു 5 മീറ്റേഴ്സോളം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലെയറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറേ പാടുപെട്ട് നമ്മൾ കുറേ പിന്നും കാര്യങ്ങളൊക്കെ കുത്തി വെച്ചിട്ടാണ് അത് ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തെടുത്തത്. പിന്നെ അത് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്തു. അത് മുറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് നെറ്റിന് കട്ടി കൂടിയിട്ടാണെന്ന്. പക്ഷെ ഞാൻ തന്നെ അവിടെ ഒരു പിന്ന് കുത്തി വെച്ചിട്ട് ആ പിന്നുള്ളത് കൊണ്ടാണ് അത് മുറിയാണ്ടിരുന്നതെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. പിന്നെ ഈ ഡ്രസ്സ് കട്ട് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാനൊന്നും തെറ്റിക്കാതെ കട്ട് ചെയ്ത് എല്ലാ പീസും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടി. ഞാൻ ഫുള്ള് മാർക്ക് ചെയ്ത് സ്കെയിലും പെൻസിലൊക്കെ യൂസ് ചെയ്ത് വരച്ച് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഒന്നും തെറ്റാതെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക്. പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്ത് മെഷീൻ്റെ അടുത്ത് പോവാണ് തയ്ക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ വിശന്നിട്ടല്ല, എന്തോ ക്രേവിങ്സാണ്, മിഡ് നൈറ്റ് സ്നാക്കിങ്. അങ്ങനെ നമ്മൾ പോയിട്ട് പോപ്കോണൊക്കെ ഉണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈനിങ്ങും ടോപ്പും കൂടിയിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ട് തയ്ച്ചിട്ട് അത് തിരിച്ചടിച്ച് ത്രെഡ് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ സ്നാക്കിങ് അത് മെയിൻ പരിപാടിയാണല്ലോ, അതങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ടോപ്പ് അത് സ്റ്റിച്ച് ചെയ്തു. ത്രെഡൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആക്ച്വലി നമ്മളിത് ഒരു ദിവസം കൊണ്ട് ചെയ്തതാണ്. കസ്റ്റമറിന് പിറ്റേ ദിവസം തന്നെ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുത്തതാണ്. ഇത് ഇപ്പോൾ ഓൾമോസ്റ്റ് മോർണിംഗ് ആവാറായി. നമ്മളൊരു നൈറ്റ് കൊണ്ടാണ് ചെയ്തത്. ഓൾമോസ്റ്റ് മോർണിംഗ് ആവാറായി. പിന്നെ ഇത് ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തതാണ് എല്ലാം ചെയ്തിട്ട്. ഇപ്പോൾ ടോപ്പിൻ്റെ ബാക്ക് പോർഷനും ത്രെഡൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഫ്രണ്ട് പോർഷനും സെറ്റ് ചെയ്തിട്ടുണ്ട്.
നെക്സ്റ്റ് നമുക്ക് സ്കേർട്ട് തയ്ക്കണം. സ്കേർട്ട് കുറേ ഫ്രില്ലും നല്ല ഫ്ലെയറിലാണ് സ്കേർട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സ്കേർട്ട് തയ്ക്കുമ്പോൾ ആണെങ്കിൽ മെഷീൻ നല്ല പണി തന്നുകൊണ്ടിരുന്നു. നൂല് പൊട്ടി പൊട്ടി പോകുന്നുണ്ടായിരുന്നു. കുറേ കഷ്ടപ്പെട്ടിട്ടാണ്, അല്ലെങ്കിലും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ഹറിബറിയായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ. ലാസ്റ്റ് ഫൈനലി നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ടോപ്പിൻ്റെ കുട്ടീൻ്റെ അരേൻ്റെ ഭാഗത്ത് ലൈക്ക് ഹിപ്പ് പോർഷനിൽ കുറച്ച് തൂങ്ങൽ പോലെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അത് ഫുള്ള് നമ്മൾ കൈ കൊണ്ടിരുന്നിട്ടാണ് ചെയ്തത്. ലേസൊന്നും വെച്ചിട്ടില്ല, നമ്മളത് കൈ കൊണ്ട് തന്നെയാണ് ചെയ്തത്. ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമറിന് ടോപ്പും സ്കേർട്ടും നല്ല ഇഷ്ടമായി. അവർ പറഞ്ഞ സെയിം